എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് നടന്ന് പാകിസ്ഥാൻ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൽ കുറച്ച് പേര് മധുരം വിതരണം ചെയ്തു, ലഡു വിതരണം ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഇന്ത്യൻ ജീവിതത്തോട് ചേർന്ന് ജീവിക്കുന്നവരാണ്. അതിൽ ചെറിയൊരു ശതമാനം തീർച്ചയായിട്ടും ഈ പറഞ്ഞ വിഘടനവാദം, തീവ്രവാദത്തിലേക്ക് പോകുന്നുണ്ട്. അതൊരു ചെറിയൊരു ന്യൂനപക്ഷമാണ്. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പൊ ഈ യുദ്ധ സമയത്ത് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ നിലപാട് അല്ലെങ്കിൽ അവരുടെ മനസ്സ് എങ്ങനെയായിരിക്കും എന്നാണ്? തീർച്ചയായിട്ടും ഇതിലത്തെ ഈ ഇത്തവണ നടന്ന ഒരു പ്രധാനപ്പെട്ട കാശ്മീരിൽ നമ്മൾ കണ്ട ഒരു കാര്യം, കാശ്മീരിൽ സാധാരണ പലപ്പോഴും മതപരമായിട്ടുള്ള ചില ചെയ്തിരിവിന് ഈ സുരക്ഷാ നടപടികൾ വഴി ആക്കിയിട്ടുണ്ട്. തീവ്രവാദവും അതിനെതിരായിട്ടുള്ള പട്ടാളക്കാരുടെ നടപടികളെ പറ്റിയൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും പരാതികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത്തവണ ഈ കാശ്മീരിനെതിരായിട്ടുള്ള ഈ ആക്രമണം വാസ്തവത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കാശ്മീരിൽ ഒന്നിച്ചു നിന്നാണ് അതിനെ എതിർത്തത് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം കാശ്മീരിന്റെ ഭാവിയെ, കാശ്മീരിന്റെ ജീവിതത്തെ തകർക്കുകയായിരുന്നു ലക്ഷ്യം എന്നുള്ളത് അവിടെ ഏറ്റവും കൂടുതൽ. ഇപ്പൊ തന്നെ ഈ ബോർഡറിൽ ഉണ്ടായിരിക്കുന്ന ഈ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ ഒരുപാട് പേര് മുസ്ലിങ്ങളാണ്. അപ്പോൾ ഇന്ത്യ ഹിന്ദുക്കൾക്ക് എന്ന പോലെ അതിന്റെ അത്ര തന്നെ അവകാശമുള്ളവരാണ് ഇവിടുത്തെ മറ്റു മതക്കാരെല്ലാവരും. കാരണം ഇവിടെ ജനിച്ചു വളർന്ന് തലമുറകളായിട്ട് ജനിച്ചു വളർന്ന് ഈ രാജ്യം തന്നെ തെരഞ്ഞെടുത്തവരാണ്. ഒരുപക്ഷെ അത് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് പോലും അവകാശപ്പെടാനില്ല. 47 വേണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകാമായിരുന്ന ഒരു വിഭാഗമാണ് വേണ്ട, ഞങ്ങൾക്ക് ഇന്ത്യയെ തന്നെ നിന്നാൽ മതി എന്ന് വിശ്വസിച്ച് അന്ന് പ്രഖ്യാപിച്ച് ഇവിടെ തന്നെ ജീവിച്ചവരാണ്. അപ്പോൾ ഒരുപക്ഷെ ദേശഭക്തിയുടെ കാര്യത്തിൽ അവരെ ഒരു തരിമ്പ് പോലും ചോദിക്കാൻ കഴിയുന്നവരിലെ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വിഭാഗങ്ങളിലും മതവിഭാഗങ്ങളിലും ചീമൊട്ടകളുണ്ട്, തീവ്രവാദികളുണ്ട്, മൗലികവാദികളുണ്ട്, ആക്രമണകാരികളുണ്ട്. അത് ഹിന്ദു മതത്തിലുമുണ്ട്, ഇസ്ലാം മതത്തിലുമുണ്ട്, മറ്റേതൊരു മതത്തിലുമുണ്ട്. അതിന്റെ പേരിൽ ഒരു വിഭാഗത്തിലെ ഏതാനും വിഭാഗക്കാർ എങ്ങനെ ആയിപ്പോയി എന്നുകൊണ്ട് ആ മതത്തെ മുഴുവൻ അപരവൽക്കരിക്കുകയും അവരാണ് കുറ്റവാളികൾ, അവർ ശത്രുക്കളാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് മറ്റേ മതത്തിലെ മൗലികവാദികളുടെ ഒരു സ്ഥിര പതിവാണ്. അതിന് യാതൊരു വസ്തുതയുമില്ല, യാഥാർത്ഥ്യം. നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാലത്താണ് വാസ്തവത്തിൽ ഒരു BJP സർക്കാർ തന്നെ ഇന്ത്യയുടെ നിലപാട് മുന്നോട്ട് വെക്കാൻ വേണ്ടി, ഇന്ത്യയുടെ നിലപാട് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വനിത, അത് വളരെ പ്രധാനപ്പെട്ട വനിതയാണ്. അത് വെറുതെ ഒരു എന്താ പറയുക, ഒരു സിമ്പിൾ, ഒരു പ്രതീകമായിട്ടൊന്നും അല്ലെങ്കിൽ ഒരു ടോക്കണായിട്ട് മറ്റും നടത്തിയതല്ല. അവര് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സസൈസുകളിൽ ഇന്ത്യയുടെ ഒരു കണ്ടിജന്റിനെ നയിച്ച ഏക വനിത. കാരണം ആ ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു എക്സസൈസിൽ ഇന്ത്യയുടെ കണ്ടിജന്റിനെ നയിച്ച ഏക വനിതയാണ് ഈ സോഫിയ ഖുറേഷി. അപ്പോ വെറുതെ ടോക്കൺ ആയിട്ട് ഒരു ഹിന്ദു മുസ്ലിം ഐക്യം പ്രകടിപ്പിച്ചതല്ല, ശരിക്കും ഇന്ത്യയുടെ സൈനിക ശേഷിയുടെ, ഇന്ത്യ പ്രതിരോധ ശേഷിയുടെ നട്ടലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ തന്നെ തെരഞ്ഞെടുത്തത് വാസ്തവത്തിൽ എല്ലാം കൊണ്ടും അനുയോജ്യമായിരുന്നു. ഇന്ത്യ ഒരു പക്ഷെ അതാണ് ഇന്ത്യ മുന്നോട്ട് വെക്കേണ്ട ആശയം. ഇന്ത്യ എങ്ങനെയാണ് പാകിസ്ഥാനിൽ വ്യത്യസ്തമാകുന്നത് എന്നുള്ളത് വ്യക്തമാക്കി തരുന്ന ആ ഒരു സന്ദേശം, ആ ഒരു ആശയം വാസ്തവമാണ് നമുക്ക് ഉറക്കപ്പിടിക്കേണ്ടത്. ഇന്ത്യ ഒന്നിച്ചു നിൽക്കേണ്ട ആവശ്യം വീണ്ടും അടിവരയിടുന്ന സമയം. പക്ഷെ തീർച്ചയായിട്ടും യുദ്ധം എന്ന് പറയുന്നത് എത്രയും വേഗം അവസാനിക്കേണ്ടതാണ്, എല്ലാവർക്കും ഏറ്റവും ആവശ്യം എന്നുള്ള തിരിച്ചറിവ് വാസ്തവത്തിൽ യുദ്ധത്തിന് വേണ്ടി ഈ യുദ്ധവെറി പ്രചരിപ്പിക്കുന്ന വിഭാഗക്കാർ ഈ വേറൊന്നിപ്പോ ഇന്ത്യ ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഈ തീവ്രവാദികളെ ഏറ്റവും കൂടുതൽ സംഭടിച്ചിരിക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് തീവ്രവാദികൾ കൂടുതലും പ്രച്ഛന്ന വേഷധാരികളായിട്ടും മുഖം ഒളിവിച്ചും ഒക്കെ ജീവിക്കുന്നത്. അപ്പൊ അത്തരം സ്ഥലങ്ങളിലേക്കാണ് ഇന്ത്യ സ്വാഭാവികമായിട്ടും ആക്രമിക്കേണ്ടി വരിക. അപ്പൊ അങ്ങനെ സിവിലിയൻസിന് തീർച്ചയായിട്ടും അപകടം സംഭവിച്ചിട്ടുണ്ടാവില്ലേ? പലപ്പോഴും നമുക്ക് പാകിസ്ഥാനിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ വാർത്ത നമുക്ക് ഇവിടെ കിട്ടണമെന്നില്ല, ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവിടെ കാണണമെന്നില്ല. പക്ഷെ അങ്ങനെയുള്ള സാധ്യതയില്ലേ? കാരണം അങ്ങനെ കൃത്യമായി ഒരു പോക്കറ്റിൽ തീവ്രവാദികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു തീവ്രവാദി നേതാവിന്റെ വീട് ആക്രമിച്ച് തകർത്തപ്പോൾ 10 പേര് മരിക്കണ്ടായി. തിരിച്ചും അവര് ചെയ്യുന്ന അങ്ങനെ തന്നെയായിരിക്കും. അതൊരു പ്രധാനപ്പെട്ട അതിനാണ് ഒരു റിസ്ക് ആണ്, അതിന് സംശയമൊന്നുമില്ല, അത് സംഭവിക്കും. പക്ഷെ ഇന്ത്യ ആദ്യ ദിവസം നടത്തിയ ഈ ഓപ്പറേഷൻ സിന്ധു എന്ന് പറഞ്ഞ പേരിൽ ആദ്യഘട്ടം വാസ്തവത്തിൽ കൃത്യമായ ഈ ടെററിസ്റ്റ് ഹബ്ബുകളിൽ തീവ്രവാദികൾ മാത്രം കഴിയുന്ന സ്ഥലങ്ങൾ മാത്രം തെരഞ്ഞു പിടിച്ച് പ്രിസൈസ് ആയിട്ടുള്ള കൃത്യതയോടെ അറ്റാക്ക് ചെയ്തത്. അവിടെ വാസ്തവത്തിൽ സിവിലിയൻസിനെതിരെയോ ആർമി സൈനിക സംവിധാനങ്ങൾക്കെതിരായിട്ട് പോലും നടന്നില്ല. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ പോലും ആക്രമിക്കപ്പെട്ടില്ല. സിവിലിയൻസിനൊന്നും ആക്രമണം
നേരെ ഒന്നും ആയിരുന്നില്ല. പക്ഷെ അതിനുശേഷം, കാരണം തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ യുദ്ധം എന്ന് പറയുന്നത് ആർക്കും നിയന്ത്രിക്കാനാവും. അത് തന്നെയാണ് കൃത്യമായ തെളിവ്. എത്രയൊക്കെ പ്രിസൈസ് ആയിട്ട് അവരെ മാത്രം അറ്റാക്ക് ചെയ്യുന്നത് പറഞ്ഞാലും സംഭവിക്കുന്നത് പലപ്പോഴും ഒരു നിരപരാധികളായ ഒരുപാട് സാധാരണക്കാരുടെ മരണത്തിലാണ്. ഇപ്പോൾ തന്നെ ഈ 31 പേർ മരിച്ചിരിക്കുന്നതിലേറെയും സിവിലിയൻസ് ആണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. ഇന്ത്യയിലും 10-16 പേർ മരിച്ചത് സിവിലിയൻസ് തന്നെയാണ്. അപ്പൊ സിവിലിയൻസ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഒഴിവാക്കാനാകാത്ത ഒരു 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 ദുരന്തമാണ് സിവിലിയൻസിന്റെ മരണം. അതുകൊണ്ട് തന്നെയാണ് യുദ്ധം എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കേണ്ടതിന്റെ സാധ്യതകളെ പറ്റിയും യുദ്ധത്തിനപ്പുറത്തുള്ള മറ്റു വഴികൾ തേടേണ്ടത്. കാരണം പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്താൻ, പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാനുള്ള മറ്റു മാർഗങ്ങളും കൂടി ഇതിനോടൊപ്പം പരിശോധിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യം ഒന്നുകൂടി ഊന്നി പറയുന്നതാണ് ഈ ദുരന്തം. ഈ കാശ്മീരിൽ ആക്രമണം നടത്തിയ 14-15 തീവ്രവാദികളുടെ പേര് പറയുന്നുണ്ട്. ഇവരെ കൃത്യമായ രീതിയിൽ പാകിസ്ഥാന് അറിയുമെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമായിരിക്കുമല്ലോ. അങ്ങനെ ഒരിക്കലും ഒരു രാജ്യവും പലപ്പോഴും തയ്യാറാവാത്തതിന്റെ കാര്യം പാകിസ്ഥാൻ പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. അതിനു മുമ്പ് നടന്ന ആക്രമണങ്ങളിൽ പ്രതിയായിരുന്നവരാണ് പലരും. ഇപ്പോൾ അയാളുടെ ബന്ധുക്കളാണ് അവര് പിന്നെ ബോംബെ ആക്രമണത്തിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്ന ആളുമാണ്. പക്ഷെ അവരെ തുറന്നുവിടുകയാണ് ചെയ്തത്. അതുപോലെ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള ഒരാൾ. ലഷ്കർ-എ തൊയ്ബ എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദി സംഘടന വാസ്തവത്തിൽ ഐക്യരാഷ്ട്രസഭ തന്നെ അതിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പക്ഷെ അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം പാകിസ്ഥാൻ തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാൻ വാസ്തവത്തിൽ ഇതുപോലെയുള്ള ഭീകരവാദികളെ തീവ്രവാദികളെയും ഒക്കെ ഒരിക്കലും നിയന്ത്രിച്ചിട്ടില്ല. പക്ഷെ ഗതികേട് എന്താ പറയാ, വിരോധാഭാസം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഇതുപോലെയുള്ള തീവ്രവാദ ആക്രമണങ്ങളുടെ ഒരു ഇരയാണ് പല സ്ഥലങ്ങളിലും. എന്നിട്ടും ഇപ്പൊ താലിബാൻ പോലെയുള്ള വിഭാഗം അവർക്കെതിരാണ്. അല്ലെങ്കിൽ ബലൂചിസ്ഥാനിൽ നടക്കുന്ന വിമോചന ഇപ്പൊ ബലൂചിസ്ഥാനിൽ നടന്നത് 10-14 കുറെ സിവിലിയൻസ് ആണ് മരിച്ചത്. പല സ്ഥലത്ത് ആക്രമണങ്ങൾ നടത്തി. കാരണം ബലൂച്ചുകാരുടെ വിമോചന പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതിന്റെയൊക്കെ ഇരകളാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെയാണ് അങ്ങനെ ഒരു യുക്തിഭദ്രമായ ജനാധിപത്യ അധിഷ്ഠിതമായിട്ടുള്ള സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു ഭരണ വ്യവസ്ഥയാണ് പാകിസ്ഥാനുള്ളത്. ഇത് പലതരത്തിലുള്ള പിന്നെ വാർ ലോഡ്സ് ആണ്, അല്ലെങ്കിൽ യുദ്ധ എന്താ പറയുക പ്രകൃതികളാണ് ഇത് കൂടുതൽ നടത്തുന്നത്. യുദ്ധ പ്രഭുക്കൾ എന്നൊക്കെയുള്ളതാണ്. ഇപ്പോഴും അത് തന്നെയാണ് അവരുടെ അവസ്ഥ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ കുറെ പഞ്ചാബികളായിട്ടുള്ള കുറെ തീവ്രവാദ വിഭാഗക്കാരുടെ കയ്യിലാണ് ഈ പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് തന്നെ അപകടമാണ് എന്ന് അറിഞ്ഞിട്ടും അവർ ഈ നടപടികളൊന്നും സ്വീകരിക്കാത്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവരെ ആരും ഈ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയോ അറസ്റ്റ് ചെയ്യുകയോ അവരെ ഇന്ത്യക്ക് വിട്ടുതരികയോ ഒന്നും ചെയ്യാൻ യാതൊരു സാധ്യതയില്ല എന്നുള്ളത് ഇതിനൊക്കെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിൽ യാതൊരു പ്രതീക്ഷയ്ക്ക് യാതൊരു വകയില്ല. മറ്റൊരു പ്രധാന ചോദ്യം സജാദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കേരളത്തിൽ പഠിക്കാൻ വന്നിരുന്നു. അയാളാണ് ഈ അക്രമത്തിൽ പ്രധാനപ്പെട്ട പങ്കുവച്ചെന്ന് പറഞ്ഞ വാർത്ത വന്നിരുന്നു. അപ്പൊ കേരളത്തിൽ പലപ്പോഴും ഈ തീവ്രവാദി അല്ലെങ്കിൽ ഭീകരപ്രവർത്തകരുടെ താവളമാകുന്നുണ്ടെന്ന് പറഞ്ഞുള്ള വാർത്തകൾ നമ്മൾ അവിടെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് ശരിക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നൊരു തെളിവാണ്. അത് എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ കഴിയും? കേരളത്തിനെതിരായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രചാരണത്തിന്റെ ഭാഗമാണ്. കേരളത്തിലെ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിരിക്കും. തീവ്രവാദികളും മറ്റും വരികയോ പോവുകയോ ചെയ്യുന്നുണ്ടാവും. അതിനപ്പുറത്ത് കേരളം സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു തീവ്രവാദിക കേന്ദ്രമാണെങ്കിൽ കേരളത്തിൽ തീവ്രവാദി ആക്രമണങ്ങളോ തീവ്രവാദ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ ചുരുക്കമാണ് താരതമ്യേന. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള തീവ്രവാദ സംഭവങ്ങളുടെ അത്ര പോലും അതിന്റെ എണ്ണത്തിന്റെ പോലും എത്രയോ കുറവാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. അപ്പൊ കേരളത്തിൽ ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന് കുറച്ച് നാൾ പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ കേരളത്തിനെ ഒരു തീവ്രവാദികളുടെ താവളമായി പിന്നെ ചിത്രീകരിക്കുന്നത് കുറച്ചു കാലമായി കേരളത്തിനെതിരായിട്ടുള്ള ഇങ്ങനെ പ്രചരണം നടത്തുന്ന ഒരു വിഭാഗത്തിന്റെ ഒരു പരിപാടിയാണ്. അതിൽ യാതൊരു അർത്ഥവും ഇല്ല. അവര് ഇവിടെ വന്ന് പഠിച്ചുപോയി ഇവിടെ ഒരുപാട് ഒന്നാമത് വിദ്യാഭ്യാസ സംവിധാനങ്ങളും ധാരാളമുള്ളതാണ്. ഇവിടെ മതപരമായിട്ടുള്ള പിന്നെ വലിയ വലിയ വേർതിരിവുകൾ ഇല്ലാതെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ്. ഇതൊക്കെ ആയിരിക്കും അയാള് മുമ്പിൽ കണ്ടത്. അയാൾ ഇതിൽ എത്രമാത്രം ശരിയുണ്ടെന്നുള്ളത് ഇവിടെയും തെളിയിക്കപ്പെടുകയും ഇവിടെ പഠിച്ചു. പക്ഷെ അതുകൊണ്ട് ഈ കേരളത്തിനെ ആ രീതിയിൽ ചിത്രീകരിക്കുന്നത് ഒരു അജണ്ട വെച്ച് ആൾക്കാർ ചെയ്യുന്നതാണ്. വേറൊരു ചോദ്യം കൂടി, ഈ ഉക്രൈനിലേക്ക് റഷ്യൻ യുദ്ധം അതിന് പുറപ്പെട്ടപ്പോ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചക്കകത്ത് ഉക്രൈന്റെ കാര്യം ഒരു തീരുമാനമാകുമെന്നാണ് ലോകത്ത് മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ വിശ്വസിച്ചത്. പക്ഷെ ഇപ്പോ നാളെ ഇപ്പോഴും യുദ്ധം അവസാനിച്ചിട്ടില്ല. റഷ്യയെ പോലെ ഇത്രയും വലിയൊരു സൈനിക ശക്തിയുടെ മുന്നിൽ സെലൻസ്കിയെ പോലുള്ള ഒരാൾ ഇത്രയും കാലം അവർ തന്റെ അടുത്തോടുകൂടി നിൽക്കുകയും
തിരിച്ചടിക്കുകയും ചെയ്യുന്നു, ഒരുപാട് ക്രൈസിസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും ഒരു പാഠമാണല്ലോ ശരി. ഇതിന്റെ ഒരു വലിയ ഏറ്റവും വലിയ അപകടകരമായ കാര്യം ഇതുവരെ നമുക്ക് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഈ ഐക്യരാഷ്ട്രസഭയും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ, അതായത് ആഗോളതലത്തിലുള്ള സമിതികൾ ഇതുപോലെയുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ഏറ്റവും ആവശ്യമാണ്. അവരുടെ നിയമങ്ങൾ, അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ആ ഐക്യരാഷ്ട്രസഭയിലെ അംഗങ്ങളായ എല്ലാ രാജ്യങ്ങളും ബാധ്യസ്ഥരാണെന്നുള്ള ഒരു വലിയ ആഗോള ഉടമ്പടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് കാണുന്നത് അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്ന കാലമാണ്. ഇപ്പൊ ഐക്യരാഷ്ട്രസഭ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇസ്രായേലിന്റെ ആക്രമണം, കടുത്ത തരത്തിലുള്ള അവിടുത്തെ എത്രയോ സാധാരണ മനുഷ്യർ ഇന്നും ഇന്നലെയൊക്കെ സംഭവിച്ചു. വളരെ ചെറിയ കുട്ടികൾ, സ്ത്രീകൾ, ഇവരെല്ലാം കൊല്ലപ്പെടുന്ന തരത്തിലുള്ള നിരന്തരമായ ആക്രമണമാണ്. ഐക്യരാഷ്ട്രസഭ എത്രയോ പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ഈ അതിക്രമത്തിനെതിരെ. പാകിസ്ഥാനെ പറ്റി പറയുന്ന പോലെ തന്നെ മാടി രാഷ്ട്രമാണ് ഇസ്രായേൽ. ആരുടെയും നിയമങ്ങൾക്ക് അവർക്ക് അനുസരിക്കില്ല, ആരുടെയും നിയന്ത്രണത്തിന് അവർ വിധേയമാവില്ല. അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യും. എത്രയോ കാലമായിട്ട് ഈ ആക്രമണം നടന്നില്ല. അതിന്റെ ഒരുപക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട പ്രകോപനം, അവസാനത്തെ പ്രകോപനം ഒരുപക്ഷെ ഹമാസ് ആയിരിക്കും ചെയ്തത്. പക്ഷെ അതിനൊരു പശ്ചാത്തലമുണ്ട്. എത്രയോ വർഷങ്ങളായി പലസ്തീൻ ജനതയെ അവരുടെ അവിടെ നിന്ന് ദിവസം തോറും എന്ന രീതിയിൽ അവരെ അവിടെ നിന്ന് പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന, അവരെ അവരുടെ ജീവിതമാർഗം മുഴുവൻ മുട്ടിച്ചു കളയുന്ന ഒരു സ്ഥിതിയാണ് പലസ്തീനുള്ളത്. അപ്പൊ ആ ഇസ്രായേൽ ഗസയിൽ നടക്കുന്ന യുദ്ധം, നേരത്തെ പറഞ്ഞ പോലെ റഷ്യയുടെ അതിക്രമം ഉക്രൈനെതിരായിട്ട് നടക്കുന്നത്, അതിന് ഉക്രൈന് തീർച്ചയായിട്ടും വരുമ്പോൾ ട്രംപിന് മുമ്പുണ്ടായിരുന്ന ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ പിന്തുണ ഉണ്ടായിരുന്നു. ഇസ്രായേലിനും അമേരിക്കയുടെ പിന്തുണയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഐക്യരാഷ്ട്രസഭയുടെ ഒരു നിയമവും നിങ്ങൾക്ക് ബാധകമല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആൾ. അപ്പൊ ഇങ്ങനെയുള്ളവർ ഭരിക്കുന്ന ഒരു കാലത്ത് പുടിനെ പോലെയുള്ള ഒരാൾ, വേറൊരാളുടെയും അഭിപ്രായങ്ങൾക്കില്ല, ട്രംപിനെ പോലുള്ളവര്, നെതന്യാഹുവിനെ പോലെയുള്ളവര്, ഇങ്ങനെയുള്ള മനുഷ്യരാണ് ഇന്നത്തെ ഭരണാധികാരികൾ. അപ്പൊ ഇവരെയൊക്കെ നിയന്ത്രിക്കാനാണ് ഒരുപക്ഷെ ഇനിയൊരു ഹിറ്റ്ലറും മുസോളിനിയും ഉണ്ടാകാൻ പാടില്ല എന്ന് വിശ്വസിച്ച് ഐക്യരാഷ്ട്രസഭയും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും നമ്മൾ ഏതാണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ഹിറ്റ്ലറിന്റെ ഒക്കെ കാലത്തെ പോലെ, ഹിറ്റ്ലറിന്റെ മുസോളിനി ഒക്കെ കാലത്തെ പോലെ കുറെ എന്താ പറയാ ധിക്കാരികളായിട്ടുള്ള ഭരണാധികാരികൾ തങ്ങളുടെ സ്വന്തം തന്നിഷ്ടം പോലെ ഭരിക്കുകയും തന്നിഷ്ടം പോലെ മറ്റു രാജ്യങ്ങൾക്കെതിരെ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. വാസ്തവത്തിൽ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ എന്താ പറയാ അതിന്റെ വലിയൊരു നഷ്ടം അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ അപകടം ഈ ആഗോള സമിതികൾ, അതായത് ഈ ലോകത്ത് നടക്കുന്ന ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനും അതിനെ ചർച്ച ചെയ്യാനും അതിനെ നിയന്ത്രിക്കാനും ഒക്കെയുള്ള ശക്തി നഷ്ടപ്പെട്ട ഒരു കാലമാണ്. അത് നമ്മളെ ഇന്നും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇന്ത്യ ഐക്യരാഷ്ട്രസഭ എന്ത് നിലപാടെടുത്താലും ഇന്ത്യ അത് കേൾക്കുമോ കേൾക്കില്ലയോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. കേട്ടില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ് ഉക്രൈന്റെയും ഇസ്രായേലിന്റെയും ആക്രമണം കാണിക്കുന്നത്. തീർച്ചയായിട്ടും ലോക മാനവരാശിക്ക്